നമുക്കിപ്പോ ഒരു സിംഹം കൂടി വരുന്നുണ്ട്. ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ. നമസ്കാരം ചേട്ടാ. അന്ന് ചേട്ടനെ ഇപ്പൊ നമ്മുടെ സ്വന്തം രക്ഷാകർത്താവ് തുല്യ. അല്ല നോക്കൂ, അന്നത്തെ തലയിറങ്ങി വീണല്ലോ നമ്മളിവിടെ റിപ്പബ്ലിക്. ആ സമയത്തുള്ളൂ വല്ലാതെ ടെൻഷൻ അടിച്ചു പോയി. ശരിക്കും ടെൻഷൻ അടിച്ചു. അപ്പൊ ഇല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെയല്ല, ധാരാളം വെള്ളം കുടിക്കുന്ന ഒരാള്. അന്ന് 2 മണിക്കൂർ നിന്ന് ശരീരം സ്വീകരിക്കണമല്ലോ, അതുകൊണ്ട് വെള്ളം കുടിച്ചില്ല. ആ വെള്ളം കുടിക്കാത്തതിന്റെ കുഴപ്പമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതാണ്, വെള്ളം കുടിച്ചിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാണുന്നുണ്ട് ഇപ്പൊ കാലിന് ഈ വണ്ണം നീരുണ്ട്, എന്തോ ഇൻഫെക്ഷൻ ആയിട്ട്. ഞാൻ പറഞ്ഞു മിനിസ്റ്ററെ, നമുക്ക് ഒഴിവാക്കുന്നല്ലേ അതൊന്നല്ല, എന്തായാലും പോയേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ പോവുകയും ചെയ്തു. 12 മിനിറ്റോളം സംസാരിച്ചു അന്ന്. അത് ഈ വീഴുന്ന സമയത്തെ ഇങ്ങനെ പുറകോട്ട് പോകുമല്ലോ, അതുപോലെ ഇങ്ങനെ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ നെഞ്ചങ്ങ് പിടച്ചുപോയി. അപ്പൊ ഈ പുറത്തോട്ട് പോകുന്ന സമയത്ത് മനസ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എല്ലാം ആരെല്ലാം വിളിച്ചത്? ചില സ്ത്രീകളുമ്മ അമ്മ വിളിച്ച് കരച്ചിലാണ്, മോനെ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കാതെ. ഞാൻ ഒന്നുമില്ല ഉമ്മ, ഒന്നുമില്ല. അല്ല, ഇങ്ങനെ പുറകോട്ട് പോകുമ്പോഴേ മനസ്സിന്റെ ഉള്ളിലേ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞു. ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അടുത്ത സമ്മാനദാനം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ സമ്മാനദാനത്തിന് തയ്യാറാവണല്ലോ എന്ന് എല്ലാം മനസ്സിൽ സമ്മാനദാനത്തിന് വേണ്ടി ഒരുക്കങ്ങളായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അത് 2 മിനിറ്റ് പിന്നെ ശരിയായി. പിന്നെ അല്പം മുന്നോട്ട് നടക്കുക, വെയിലത്ത് കണ്ട വീണ്ടും ഒന്നുകൂടി വീണ പ്രശ്നം. ഇപ്പൊ അങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എതിരാളികൾ മുമ്പ് പോലും വീഴാത്ത ആളാണ് ഞാൻ. പിന്നെ വെയിൽ, ഈ നിസ്സാരമായ വെയിലിന് മുമ്പിൽ എതിരാളികൾ ശ്രമിച്ചിട്ട് വീഴ്ത്തിയിട്ടില്ല. തകർക്കാൻ പറ്റാത്ത ആത്മവിശ്വാസമായിട്ടാണ് ഏറ്റവും കൂടുതൽ സാറേ, ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്ന ആള് ആണല്ലേ. ഈ കണ്ണൂരിലെ ഇപ്പൊ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാ മൊത്തത്തിൽ കണ്ണൂരിലെ ഒരു അവസ്ഥ? കണ്ണൂരിൽ നിലവിൽ നമ്മൾ ജയിച്ചിരിക്കുന്ന സീറ്റെല്ലാം നിലനിർത്തും. നമുക്ക് തള്ളത്തോട്ടുണ്ടാലോ നിലനിർത്തും. കഴിഞ്ഞ തവണ കണ്ണൂർ നേരിയ ഭൂരിപക്ഷത്തിലാണ് 2 തവണയും കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്ന വെറ്ററൻ കടന്നു കയറിയത്. ഇക്കുറി നേരിടാൻ വരുന്നത് ടി ഒ മനോഹരനാ. മോഹനൻ, ക്ഷമിക്കണം. ഞാൻ ആദ്യമായി സ്ഥാനാർത്ഥിയാകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഇവിടെ ഈ നിയമസഭ. അപ്പോ ഞാൻ ചോദിച്ചു, ഈ പാവപ്പെട്ട കടന്നപ്പള്ളി കടന്നപ്പള്ളി സഖാവ് പിണറായി സഖാവ് പറഞ്ഞാൽ പിന്നെ എന്താ എവിടെയായിരുന്നു എന്തും തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ 46 വർഷമായി LDF ജയിക്കാതിരുന്നാണ് ആ മണ്ഡലം. കണ്ണൂർ. ആ മണ്ഡലത്തിലാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് മത്സരിച്ചു. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും വിജയിക്കും. ആത്മവിശ്വാസമുണ്ട്. പിന്നെ പക്ഷെ ഇപ്പൊ മാറുന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കെ സുധാകരൻ മോഹനോടൊപ്പം ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതെല്ലാം ഉറച്ചു നിൽക്കുന്നവനും ഉറച്ചു നിൽക്കാത്ത ആളും മറുപാട് നിന്നോട്ടേന്ന് നമുക്ക് പറയാനുണ്ടല്ലോ കൈമുതലായിട്ടുള്ളത് ജനങ്ങളുടെ മുമ്പിൽ. ഇതാണ് 1640 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. രേഖാമൂലം എഴുതി വെച്ചല്ല, ആള് കാണുക. അതല്ല നിങ്ങൾക്ക് വേണ്ടി ഈ എളിവനായി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റും ആർക്കും. ഇതുവരെ വിവാദങ്ങളിലൊന്നും വിവാദങ്ങൾ താല്പര്യമില്ല. ഇപ്പൊ ഈ ഡീലുണ്ടെന്നൊക്കെ പറയുന്നു, സംഭവം ശരിയാണോ? പല മണ്ഡലങ്ങളിലും BJP CPM ഡീല് അതൊക്കെ വെറുതെ പറയാന്നല്ല, അചിന്തനീയമാണ്. CPM അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത് അറിയങ്ങള്. വേറെ ഏത് പാർട്ടിയെ കുറിച്ച് പറഞ്ഞാലും അതെല്ലാം ഉണ്ടാവും. പ്രതിപക്ഷ നേതാവ് 10 മണ്ഡലങ്ങൾ എന്നാ പറഞ്ഞു. ഇന്ന് 4 മണ്ഡലം കൂടെ കൂട്ടിയിട്ടുണ്ട്. 140 മണ്ഡലങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അത്ഭുതമില്ല. വേറൊന്നും പറയാനില്ലാത്തവർ ഇതൊക്കെ പറയാനുള്ളത്. ജനങ്ങളുടെ മുമ്പിൽ ഇതാണ്, ഇതിന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയാനില്ലാത്ത വോട്ടർ അങ്ങനെയാണ്, ഡീലാണ്, മുഖ്യമന്ത്രി ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ. ആ പ്രതിപക്ഷത്തിന്റെയും എതിരാളികളുടെയും രാഷ്ട്രീയ ദാരിദ്ര്യത്തിന്റെ പ്രകടമായ ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ പറയുന്നതൊക്കെ തന്നെ. ഈ കെ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്നൊക്കെ കേട്ടപ്പോ മനസ്സിലൊരു ഒരു ലഡു പൊട്ടിയോ? ലഡു പൊട്ടുന്നതും പൊട്ടുന്നതും ഇതല്ല. അത് എന്റെ നിയോജകമണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ് അദ്ദേഹം. പഴയ കാലത്ത് പരിചയമുണ്ട്, ബന്ധമുണ്ട്, എല്ലാം ഉണ്ട്. സഹപ്രവർത്തകരല്ലേ?
അപ്പോ അതുകൊണ്ട് അതൊന്നും ഒരു പരിഭ്രമോ ഉത്കണ്ഠ ആശങ്കയോ എന്നാ കിട്ടിപ്പോയി ഒരു ഒറ്റയടിച്ചു പോയി അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോളൂ, എന്തിനാണ് ഞാൻ സ്വതന്ത്രനാണ്. സാധാരണ ഇപ്പൊ ലെഫ്റ്റ് ഇന്റലക്ച്വൽസ് പറയുന്ന ഒരു കാര്യം ഗീവർഗീസ് കൂർലോസ് അടക്കം പറഞ്ഞത്, അതായത് ഒരു തവണ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ പഴയ സോഷ്യലിസ്റ്റ് മീൻസ് ജനത ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണ്, എന്നാൽ പോലും അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ പ്രതിപക്ഷത്തിരിക്കണം ഒരു വർഷം ഒരു തവണയെങ്കിലും എന്ന്? എന്നാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നഷ്ടപ്പെട്ട ഓർജസ് വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് ലെഫ്റ്റ് ഇന്റലക്ച്വൽസ് പറയുന്നത്. ഈ അവരൊക്കെ ബുദ്ധിജീവികളൊക്കെ പലതും പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയവും പരിപാടിയുണ്ട്. അത് നേതൃത്വം കൊടുക്കുന്ന CPM-ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നയപരിപാടികളുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം സമാഹരിച്ചുകൊണ്ട് പോയി രംഗത്തിറങ്ങാന്നല്ലാണ്ട് ഇവരെല്ലാം പറയുന്നതനുസരിച്ച് അങ്ങനെ ചിന്തിക്കാതിരുന്ന ഇപ്പൊ കുറച്ച് അതൊന്നുമില്ല. ഏതെല്ലാം ശക്തിപ്പെടുത്തണമോ ഈ വർത്തമാനകാലത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആവശ്യകത എന്നതാണോ അതിനുവേണ്ടി പോരാട്ടം നടത്തുക എന്നതിനാണ് CPM രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കണ്ണൂരിൽ ആരുമായിട്ടാണ് ഡീലും? ജനങ്ങളുമായിട്ട്. വെള്ളം കുടിക്കണം കേട്ടോ, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. വീണ്ടും തലയിറങ്ങി വന്നു സുമേഷ്. അപ്പോ നമ്മള് രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തെ യാത്ര അയക്കുന്നു ആശംസകളോടുകൂടി. അപ്പൊ KV സുമേഷ്, നമ്മൾ പറഞ്ഞു വന്നതേ, ഇപ്പോ പ്രതിപക്ഷം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഡീൽ ആരോപണം ഉന്നയിച്ചു ഒരു ഭാഗത്ത്. രണ്ടാമത്ത് ഈ സർക്കാർ കഴിഞ്ഞ ഒരു പുതിയ ടേം വരുമ്പോൾ 5 വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 5 ഗ്യാരണ്ടി. ഇതൊക്കെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് KSRTC ഫ്രീ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ വനിതാ വോട്ടർമാർ അതിൽ വീണു പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല. അങ്ങനെ ഈ കേരളത്തില് LDF നടത്തിയതുപോലെ ഒരു ആധുനിക, നമ്മൾ പരമ്പരാഗത മേഖലയും ഒപ്പം ആധുനിക കേരളത്തിന്റെ വികസനത്തെയും ഒരുപോലെ കമ്പയർ ചെയ്തുകൊണ്ടാണ് കൊണ്ടുപോയത്. 10 വർഷക്കാലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റം ജനങ്ങളുടെ മുന്നിൽ പ്രകടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വെൽഫെയർ സ്കീമൊന്നും കേരളത്തിൽ UDF കൊടുക്കില്ല എന്ന് ജനങ്ങൾ നന്നായിട്ട് അറിയാം. അവരുടെ മുൻകാല അനുഭവമില്ലേ. ഇപ്പോൾ പെൻഷൻ പൈസ കുടിശ്ശികയാക്കി വെച്ചിട്ടാണ് 2018-16 18 മാസത്തെ കുടിശ്ശിക വെച്ചിട്ടാണ് പോയത്. ആ പോയവര് ഇപ്പൊ ഞങ്ങള് 3000 രൂപ കൊടുക്കും, 1000 കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. പക്ഷെ അവരുടെ അനുഭവം ഉണ്ടല്ലോ. ഇപ്പൊ 80-ൽ നയനാര് 45 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ആ പെൻഷനിൽ UDF-ന്റെ സംഭാവന 2000 ആയപ്പോ 100 രൂപയാണ്. 100 രൂപയാണ്. എത്ര വർഷത്തെ പഴക്കമുണ്ട്. ഈ വർഷങ്ങളിലൊന്നും ഈ വെൽഫെയർ സ്കീം UDF തൊട്ടിട്ടേ ഇല്ല. ഇപ്പൊ അധികാരം ലഭ്യമാവാൻ വേണ്ടി ആളുകളെ മോഹവലയത്തിൽപ്പെടുത്താനുള്ള നടപ്പിലാക്കാൻ അവരുടെ ഭരണകാലത്ത് ഒരിക്കലും നടപ്പിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. സ്വർണ്ണക്കൊള്ള ഇപ്പൊ പ്രചരണ വിഷയമാക്കാൻ ഇന്നു മുതൽ തീരുമാനിച്ചിട്ടുണ്ട്. ഡീലിനോടൊപ്പം ഡീൽ പ്ലസ് സ്വർണ്ണക്കൊള്ളയാണ് UDF-ന്റെ ഇത്തവണത്തെ ആയുധം. രണ്ട് കേരളത്തിൽ വില പോകുന്നില്ല. സ്വർണ്ണക്കൊള്ള ആയുധം എടുത്താൽ ഇപ്പൊ UDF അല്ലേ കൂടുതൽ പ്രതിസന്ധിയിലാകുക, പ്രതിരോധത്തിലാകുക. പോറ്റി കയറിയത് UDF ഭരണകാലത്താണ്. അപ്പൊ അതിന്റെ വാജീവാഹനവും സംവിധാനവും ഒക്കെ അജയ് തറയില്, ആന്റോ ആന്റണി, അടൂർ പ്രകാശ് തുടങ്ങിയവരെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്തു. അപ്പൊ അതിൽ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. നമ്മൾ വളരെ സ്ട്രേറ്റ് ആയിരുന്നു. മിസ്റ്റർ അരുൺ, സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ച് സ്വർണ്ണക്കേസിൽ ഇടപെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞങ്ങളങ്ങ് പറഞ്ഞ പോലെ. ആ നിലപാടല്ലല്ലോ സ്വീകരിച്ചത്. ശബരിമലയിൽ തെറ്റായ കാര്യം ആര് ചെയ്താലും നിയമത്തിന് മുന്നിൽ വരട്ടെ. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ് പത്മകുമാർ. അല്ല, പത്മകുമാറിനോട് ചോദിച്ചു, വിശദാംശങ്ങൾ പരിശോധിച്ചു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടല്ലോ. അപ്പോ അതിലൊന്നും ടെൻഷനില്ല. അങ്ങേക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? ഈ സ്വർണ്ണക്കൊള്ള ഇനി വീണ്ടും ഉയർന്നു വന്നാൽ ഒന്നുമില്ലാന്ന് അതെല്ലാം ഉയർത്തേണ്ട. അവർ പ്രതിപക്ഷങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ ജനകീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പൊക്കിയെടുക്കുക പറയാന്നല്ലാതെ അതൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോകുന്ന പ്രശ്നങ്ങളല്ല. കോൺഫിഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോവാം. ഒന്നും സംഭവിക്കില്ല. കണ്ണൂരിൽ കോട്ടകൾ ഭദ്രമാണ്. All the best. Thank you, Sri KV Sumesh. Thank you. Thanks all the best. ഗംഭീരം ഉഷാറാവട്ടെ. UDF-ന്റെ ടാഗിൽ ഒരു ദിനവും പാഴാക്കരുത്, ഒരു വോട്ടും പാഴാക്കരുത് എന്നാ നിങ്ങളുടെ മണ്ഡലത്തിൽ. അതല്ലേ നമ്മുടെ ടാഗ് എന്താ? അല്ല, 10 വർഷം അവർ ആ ടാഗിൽ എടുത്തില്ലല്ലോ ഇവിടെ അഴീക്കോട് മണ്ഡലത്തിൽ. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങള് അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. 5 വർഷക്കാലവും അവരുടെ ആഗ്രഹിക്കുന്ന, അവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അവരുടെ മുന്നിലുണ്ട്. ഈ 5 വർഷക്കാലം അഴീക്കോട് വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അതെത്ര കണ്ണടച്ചില്ലാതാക്കാൻ ശ്രമിച്ചാലും ഞങ്ങള് ടാഗ്ലൈൻ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതായിട്ട് ജനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ ഡീൽ. എപ്പോഴും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. താങ്ക് യു ശ്രീ KV സുമേഷ്. 647 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ. കാണിച്ചു കൊടുക്കും. അത് കാണുന്ന ജനങ്ങള് കൊടുക്കേണ്ട കാര്യമില്ല. അനുഭവിക്കുന്നുണ്ട്. അനുഭവത്തേക്കാൾ വലിയ ഗുരുവില്ല. ഒന്നും പേടിക്കണ്ട മോനെ, നീ എല്ലാം നമുക്ക് കാണുന്നില്ലടാ.
അത് ശരിയാണ്. നമ്മളിപ്പോ ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി. ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞല്ലോ അവര് പറയണ്ടല്ലോ. പക്ഷെ നാട്ടുകാരുടെ അടുത്ത് പോകുമ്പോ അവര് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരിക വേണ്ട, ഞങ്ങൾ ഇതെല്ലാം കാണുകയല്ലേ എന്ന അഭിപ്രായമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഈ കള്ളപ്രചരണം ഒരു തരത്തിലും ഏശാൻ പോകുന്നില്ല. ഈ കോട്ട് വേറെ എവിടെയെങ്കിലും തയ്പ്പിച്ച് കിട്ടും? ഇത് പ്രത്യേക ഒരേ ടൈലറാണോ തയ്ക്കുന്നത്? 1 2 3 4 5 6 7 ബട്ടണുള്ള ഷർട്ട് ഇടുന്ന കെ വി സുമേഷിന് എത്ര ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? ഇത്രയും നീളമുള്ള കുപ്പായം ഇത് എവിടെ നിന്ന് കിട്ടി ശരിക്കും? ഞാനിത് പലതവണ ചോദിക്കണമെന്ന് വെച്ചാൽ ഇത് എന്റെ സാക്ഷാൽ കളപ്പുര ഗ്രാമത്തിലെ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു ടൈലർ എടുത്താണ് ഇത്. അങ്ങനെ ഒരു തവണ വന്നപ്പോ പിന്നെ ഇതന്നെയായി. ഉഷാറായി നടക്കട്ടെ കാര്യങ്ങൾ. അപ്പം വീണ്ടും നിയമസഭയിൽ എത്തുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ മുന്നോട്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ റിപ്പോർട്ടിന്റെ അനുഗ്രഹാശിസുകളും ജനങ്ങളുടെ ഉണ്ടാവും.